ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനെ ശരിക്കും വഴക്ക് പറയാണ് വൈജയന്തി. പറയുന്നുണ്ട്, എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോടി നിനക്ക്? എന്നിട്ട് കൃഷ്ണമോളോടും പറയാം, എന്തെങ്കിലും ക്വാളിഫിക്കേഷനും അറിവും ഉള്ളവരടുത്ത് വേണം ട്യൂഷന് പോവാൻ, അല്ലാതെ ഇവളോടത്തല്ല പോവേണ്ടതെന്ന് പറയാം. അപ്പോൾ അലീനയ്ക്ക് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് മുന്നോട്ട് വന്നിട്ട് പറയാം, അതെ ക്വാളിഫിക്കേഷൻസ് വേണം, അതെ കിടപ്പ് രോഗികൾക്ക് ചികിത്സിക്കുന്നവർക്ക് നല്ല ക്വാളിഫിക്കേഷൻ വേണം, അതെ അനുകമ്പയും സ്നേഹവും ദയയും എല്ലാം പരിപാലിക്കാനുള്ള കഴിവും ഒക്കെ വേണം. അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ എനിക്ക് ധാരാളം ഉണ്ട് മാഡം. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ്റെ കുറവ്, മദർ തെരേസ പോലും അങ്ങനെയാണ് എല്ലാവരെയും നോക്കിയിരുന്നത്, അത് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവിടുന്ന് പോവാട്ടോ. പക്ഷേ ചമ്മി നാറി നിൽക്കുന്ന വൈജയന്തിയോട് കൃഷ്ണമോള് വന്ന് പറയുന്നുണ്ട്, അമ്മയ്ക്ക് തൃപ്തിയായല്ലോ, ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മനസ്സ് തൃപ്തിയായില്ലേ? ആ ചേച്ചി ആദ്യമായിട്ട് ഇവിടെ ജോലിക്ക് വന്നതിൻ്റെ അന്ന് തന്നെ അച്ഛനൊരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? എന്താടി? അല്ല, അച്ഛൻ പറഞ്ഞില്ലേ ആളറിഞ്ഞ് വേണം പെരുമാറാനെന്ന്. അമ്മ ആളറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോഴും അമ്മ പഠിച്ചിട്ടില്ല, അതാ അതിൻ്റെ കാര്യം. എന്താ അമ്മ ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് കൃഷ്ണ പോകുമ്പോൾ ആകെ ചമ്മി നാറി നിൽക്കി പോയി കേട്ടോ വൈജയന്തി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ രോഹിത്ത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവൻ ഇവിടെ നിൽക്കുന്ന കാരണം ആരാ നമ്മുടെ ഹരി നീ എപ്പോഴാ വന്നേന്ന് ചോദിക്കുക. എടാ ഞാൻ ഉച്ച സമയത്തേ വന്നു, ഉച്ച തൊട്ട് ഇത്രയും വരെ ഞാനില്ല, നീ ഇവിടെ ബോറടിച്ചില്ലേ നിനക്ക്? എന്ത് ബോറടി, ഇവിടെ അലീന ഉണ്ടല്ലോ, തൊട്ടും പിടിച്ചും ഉമ്മ വച്ചും കെട്ടിപ്പിടിച്ചും ഒക്കെ നിൽക്കുമ്പോൾ ബോറടിയൊക്കെ മാറും. എടാ നീ അതിനാണോ വന്നത്? പിന്നല്ലാണ്ട്, അവൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഓ ചുമ്മാ തന്നെന്നേ, അവൾ എന്നോട് പറഞ്ഞു വരാൻ, ഇവിടെ ഇപ്പോൾ ആരുമില്ല, ഇപ്പോൾ വന്നാൽ എല്ലാം നടക്കുമെന്ന്, അങ്ങനെയാണ് ഞാൻ വന്നത്. എന്നാ വാ കാര്യങ്ങളൊക്കെ കേൾക്കട്ടെ എന്നും പറഞ്ഞ് നേരെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് ഹരി പോവുക കേട്ടോ. അവിടെ ചെന്നിട്ട് രോഹിത്തല്ലേ പാവം, രോഹിത്ത് ആദ്യമൊന്നും ഹരി പറയണമെന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. എന്നാലും ഹരിക്ക് ഓരോരുത്തരെ വിശ്വസിപ്പിക്കാനുള്ള എല്ലാ കഴിവുണ്ടല്ലോ. അപ്പോൾ രോഹിത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ ഇവളെ നമുക്ക് എങ്ങനെയെങ്കിലും മെരുക്കിയെടുത്തേ പറ്റൂ. ഇവളെ ഒന്നാമത് നീയായിട്ട് നിനക്ക് എങ്ങനെയെങ്കിലും ഇവളെ മെരുക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. നീ എന്തിനാ ഇങ്ങനെ പേടിത്തൊണ്ടായിട്ടിരിക്കുന്നതെന്ന് രോഹിത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയാം, എടാ അവളോട് എനിക്ക് അങ്ങനെയൊന്നും പെരുമാറാൻ തോന്നുന്നില്ല, അതൊരു പാവം പോലെ എനിക്ക് തോന്നുന്നത്. അവളുടെ ഇന്നസെൻസ് ഉള്ള മുഖവും ഒക്കെ കാണുമ്പോൾ നീ അങ്ങനെ വലിയ കാര്യവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ? പക്ഷേ നടക്കേണ്ടത് നടക്കും. ഞാൻ പക്ഷേ ഇതിൽ നിന്ന് മുന്നേറാൻ തയ്യാറല്ല. ഇന്ന് എന്തായാലും ഞാനിവിടെ തങ്ങുന്നുണ്ട്. ഇന്ന് നോക്കിയോ, ഞാൻ അവിടെ കുറച്ച് സർപ്രൈസ് കൊടുക്കാം. എന്ത് സർപ്രൈസ്? അപ്പോൾ പോക്കറ്റിൽ നിന്നും ആ റിങ് എടുത്ത് രോഹിത്തിനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഹരി. എന്താടാ ഇത്? എടാ ഇതാണ് മോതിരം, കണ്ടോ? 10-25,000 വിലയുണ്ട്, 3 ഗ്രാമിൻ്റെതാ. അയ്യോ, ഇതെന്തിനാ നീ വാങ്ങിച്ചത് ഇപ്പം? അവൾക്ക് കൊടുക്കാൻ, അല്ലാതെ എന്തിന്? അവളുടെ കയ്യിലിട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ ഇമ്പ്രസ് ചെയ്ത് എടുപ്പിക്കണം ആ പെൺപിള്ളേരെ, എന്നാലേ നമ്മൾ ഇതിലേക്ക് വീഴുള്ളൂ. പിന്നീടാ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? നിൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അതൊക്കെ ശരി തന്നെ. പിന്നെ ഇന്ന് നോക്കിക്കോ, ഞാനിത് അവളുടെ കയ്യിലിട്ട് കൊടുക്കും ഇന്ന് രാത്രി. അതോടുകൂടി എല്ലാം പൂർണ്ണമാവും. നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. പക്ഷേ എടാ, നീ കൂടുതൽ തള്ളല്ലേ, നീ പറയണമെന്ന് എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്താ ദഹിക്കാത്തത്? നീ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ താഴെ വൈജയന്തി എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിക്കുക കേട്ടോ. എല്ലാവരും കൂടെ വന്ന് ഡൈനിങ് ടേബിളിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അതെ നീ ആ സാലഡൊന്നും ഉണ്ടാക്കിയില്ലേ അലീന ചോദിക്കുക. അപ്പോൾ അലീന പറയാം, ഉണ്ടാക്കി, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും അതൊക്കെ വിളമ്പി കൊടുക്കുക. അങ്ങനെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ആ വൈജയന്തി കുറച്ചുകൂടെ ചെറുപ്പത്തിൽ നല്ല സുന്ദരിയായിരുന്നു. ഇപ്പോൾ ഓവർ തടിയായി പോയതുകൊണ്ട് അതിൻ്റെക്ക് ഇത്തിരി ഭംഗി കുറഞ്ഞതെന്നൊക്കെ അങ്ങ് അടിച്ച് പൊക്കി വിടുക കേട്ടോ ഹരി. അത് ശരിയാടാ, പക്ഷേ ഞാൻ ഇത്തിരി വണ്ണം കുറയാൻ വേണ്ടി നോക്കുകയാണ്. ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നോക്കണം ഒറ്റമൂലി വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ നീ ചിരിക്കുക കേട്ടോ. ഇതാ മനുഷ്യൻ്റെ കുഴപ്പം, കഷ്ടപ്പെടാനും അധ്വാനിക്കാനൊന്നും വയ്യ. ഒറ്റമൂലി വേണം അത്രേ, ഒറ്റമൂലി. ഒരു ഗുളിക അങ്ങോട്ട് കഴിച്ചാൽ മതിയല്ലോ വണ്ണം കുറയാൻ. നടക്കാനോ എക്സർസൈസ് ചെയ്യാനോ ഒന്നും മെനക്കെടാൻ വയ്യ, ഒറ്റമൂലി വേണം പോലും എന്ന് പറഞ്ഞ് അങ്ങ് വൈജയന്തി കളിയാക്കട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുക. അപ്പോൾ കൃഷ്ണമോൾ അങ്ങ് ഉറക്കെ ചിരിക്കണം. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇങ്ങനെ ചിരിക്കണേന്ന് വൈജ. അല്ല, ഈ പറയുന്ന അച്ഛനും കണക്കാ, ഭയങ്കര വണ്ണം ഉണ്ടല്ലോ. അത് നീ അങ്ങനെ പറയണ്ട, എനിക്ക് വലിയ വണ്ണമൊന്നുമില്ല. ഇനി ഒരു പക്ഷേ ഇത്തിരിയൊക്കെ ഉണ്ടെങ്കിലും അത് 2-3 ദിവസം കൊണ്ട് അങ്ങ് കുറയ്ക്കാടി. ഞാൻ വിചാരിച്ചാൽ അതൊക്കെ കുറയ്ക്കാൻ പറ്റും എന്നൊക്കെ അവരിങ്ങനെ തമാശ പറയട്ടോ. ഇതിനിടയിൽ കൂടെ ഹരിയോട് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എടാ ഹരി, എങ്ങനെയുണ്ട്? അച്ഛൻ വിളിക്കാറുണ്ടോ? ദുബായിൽ നിൻ്റെ അച്ഛൻ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? അച്ഛന് സുഖമല്ലേ ഞങ്ങളെ അവിടെ? എന്തു വേണം, ചുമ്മാ പോയി AC മുകളിൽ കറങ്ങണ കസേര ഇരുന്നാൽ മതിയല്ലോ, കാശ് വരുമല്ലോ എന്ന് പറയാം. അപ്പോൾ ബാലചന്ദ്രൻ പറയണം, അത് ശരിയാ,
അച്ഛന്മാരൊക്കെ ചുമ്മാ ഫ്രീ എങ്ങനെ ഭയങ്കര ലാവിഷായിട്ടാണ് കാശുണ്ടാക്കണം. പക്ഷെ അത് ചിലവാക്കുന്ന മക്കളുടെ കഷ്ടപ്പാടാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്. എന്താണെന്ന് വെച്ചാലേ ഇവർ പണമൊക്കെ എങ്ങനെ ചിലവാക്കും, കഷ്ടപ്പെട്ടല്ലേ ചിലവാക്കേണ്ടത് എന്നൊക്കെ മക്കളെ അങ്ങ് താങ്ങുകയാണ് കേട്ടോ. എന്നിട്ടുണ്ട് രോഹിത് പറയുകയാണ് ഹരിയോട്, എടാ നീ മിണ്ടാതിരിക്കുക, ഇതൊക്കെ നമ്മളെ താങ്ങുന്നത് അച്ഛൻ, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കഴിച്ചെണീക്കുന്നതിന് ആദ്യം തന്നെ ഹരി അങ്ങോട്ട് കഴിച്ചെണീക്കുക. എന്നിട്ട് ആരും കാണാണ്ട് അലീനയുടെ റൂമിലേക്ക് കയറിയിട്ട് അപ്പോൾ മുത്തശ്ശി നല്ല ഉറക്കം ബാഗ് തുറന്ന് അതിനകത്തേക്ക് ഈ മോതിരം അങ്ങോട്ട് എടുത്ത് വെക്കുക കേട്ടോ. മോതിരം കൊടുത്തതാണെന്ന് രോഹിതിനെ ബോധിപ്പിക്കണമല്ലോ, അല്ലാണ്ട് അലീന അത് വാങ്ങത്തില്ല. അതുകൊണ്ട് അലീന അറിയാണ്ട് അതിനകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. മേളിൽ ചെന്ന് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ രോഹിത്തിനോട് പറയുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനോട് പറയാം, എടാ അവൾക്കെന്ന് വെച്ചാൽ ആരുമില്ല, അനാഥയല്ലേ, ചോദിക്കാനും പറയാൻ അച്ഛനോ അമ്മയോ കൂടപ്പിറപ്പുകളോ ഉണ്ടോ, ആരുമില്ല, നമ്മളൊക്കെ തന്നെ അവളുടെ ഗാർഡിയൻ, നമ്മൾ പറയുമ്പോൾ അവൾ കേൾക്കണം. അപ്പോൾ നീ വിചാരിച്ചാൽ എല്ലാം സാധിക്കും, മനസ്സിലായോ? അവളെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് വരുത്തിക്കണം, ചായ ഇടാണെന്നോ തുണി കൊണ്ടുവരാണെന്നോ എന്തെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ നിന്ന് വരുമ്പോൾ ഒക്കെ ശരിയാവും. നിനക്കറിയോ, കൈപ്പള്ളിയിൽ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവൾക്ക് ഞാൻ 500 രൂപയുടെ നോട്ടെടുത്ത് കൈനീട്ടി, അവളത് വാങ്ങി പുഷ്പം പോലെ. അറിയോ നിനക്ക്? ആണോ? ചുമ്മാ പറയാ, തള്ളല്ലടാ. എടാ സത്യമാണ് ഞാനീ പറയുന്നത്, നീയും അതുപോലെയൊക്കെ ചെയ്ത് നോക്ക്, അവൾ നിൻ്റെ പരിധിയിൽ വരും എന്നും പറഞ്ഞ് രോഹിത്തിനെ അങ്ങ് ആകെ ഇളക്കി മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ രോഹിത്തിൻ്റെ മനസ്സിലും ആലോചിക്കുക, ഒന്ന് മുട്ടി നോക്കാമെന്നുള്ളൊരു ചിന്ത രോഹിത്തിനും വന്നിട്ടുണ്ട്. എന്നിട്ട് അന്ന് രാത്രി അലീന ഉറങ്ങാൻ പോണ സമയത്ത് ആ റൂമിലേക്ക് പതിയെ കയറി വരുന്നുണ്ട് കേട്ടോ ഹരി. തൊട്ട് പുറകെ വന്ന് നിൽക്കുന്ന ഹരിയെ കാണുമ്പോൾ അലീനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താ ഇത്, പേടിച്ച് പോവുമല്ലോ, ഇങ്ങനെയാണോ പുറകെ വന്ന് മനുഷ്യനെ പേടിപ്പിക്കുന്നത്? നീ പേടിച്ച് പോയോ? ഞാനങ്ങനെ പേടിക്കില്ല, പേടിക്കുന്ന ഒരാളുമല്ല. ശരി, പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഞാനും നിന്നോട് ചിലത് പറഞ്ഞിട്ടുണ്ട്, അതും നീ ഓർക്കണം. അപ്പോൾ വീണ്ടും രോഹിത് പറയുന്നുണ്ട്, ഞാൻ പറയണത് കേട്ട് നീ ഇവിടെ നിന്നില്ലെങ്കിൽ നിൻ്റെ ജോലി പോവും, അത് ഉറപ്പാണ്. ഞാൻ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതും കാര്യങ്ങൾ ഇന്നേ വരെ ഞാൻ നേടിയെടുത്തിട്ടേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശി അങ്ങ് ഉണരും കേട്ടോ. എൻ്റെ ദൈവമേ, എന്തോ ഒരു ഉറക്കമായിരുന്നു ഇത്. ആരാ മോളെ അവിടെ സംസാരിക്കുന്നത്? അപ്പോൾ ഹരി അവിടെ നിൽക്കട്ടോ. നീയോ? എന്താടാ? അല്ല മുത്തശ്ശി, രാവിലെ എനിക്കൊരു ലൈം ടീ വേണമെന്നുള്ളത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ അലീനയോട്. അത് ശരി, പക്ഷേ ഇതല്ലല്ലോ നീ പറഞ്ഞ, നീ വേറെ എന്തോ കാര്യമാണല്ലോ പറഞ്ഞത്. ആഹാ, പ്രായം ഇത്രയൊക്കെ ആണെങ്കിലും ചെവിക്ക് ഒരു കുഴപ്പമില്ലല്ലോ മുത്തശ്ശിക്ക്. അതേടാ, എൻ്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോവുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഹരി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അലീനയോട് മുത്തശ്ശി പറയാം, മോളെ ആ കഥക് നീ അടച്ച് കുറ്റിയിട്ടേരേന്ന്. അങ്ങനെ കഥകടച്ച് കുറ്റിയിടാൻ പോകുമ്പോൾ വൈജയന്തി അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും അലീനയുടെ റൂമിൽ നിന്ന് ആ ഒരു സമയത്ത് ഹരി ഇറങ്ങിപ്പോകുന്ന കാരണം അവർക്ക് നല്ല സംശയമാവണം. അപ്പോൾ ചോദിക്കും, ഹരിയെയും ഒന്ന് തുറച്ച് നോക്കുവാണ്. എന്നിട്ട് ഉടനെ ഹരി മേളിലേക്ക് കയറി പോവാട്ടോ. എന്നിട്ട് അലീനയോട് ചോദിക്കണം, എന്താടി ഇവിടെ, അവൻ എന്തിനാടി ഇവിടെ വന്നത്? അറിയില്ല. നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല, സംസാരം കേൾക്കുന്നത് ഞാൻ കേട്ടല്ലോ. അപ്പം മുത്തശ്ശി അകത്തുനിന്ന് പറയാം, എടി വൈജയന്തി, അതെ ആ ചെറുക്കനത്ര ആൾ ശരിയല്ല കേട്ടോ. അപ്പോൾ ഉടനെ പറയാനുണ്ടോ വൈജയന്തി, എങ്ങനെ ശരിയല്ലാതാവും? അല്ലെങ്കിൽ തന്നെ ശരിയല്ലാത്ത കുറേ പെൺപിള്ളേർ ഇവിടെ ജോലിക്കെന്നും പറഞ്ഞ് വന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൺപിള്ളേരും ചിലപ്പോൾ ശരിയേട് വന്നെന്നിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അലീനെ നോക്കിയിട്ട് പറയാം, പോയി കിടന്ന് ഉറങ്ങടി അങ്ങോട്ട്, കഥ കടച്ചിട്ടെന്ന് പറയാം. അങ്ങനെ അലീന കഥ കടച്ചിട്ട് പോയി കിടക്കുക. എന്നിട്ടും വൈജയന്തിക്ക് സംശയം മാറുന്നേ ഇല്ല കേട്ടോ. വീണ്ടും ചെറിയൊരു സംശയം മനസ്സിലുണ്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്